പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നാം എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടമോടുന്നവരാണ്. എന്നാൽ നമുക്ക് ചുറ്റും ജോലിയില്ലാതെ, കൂലിയില്ലാതെ, വേതനമില്ലാതെ, പരിഭവങ്ങളില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണെന്നറിയാമോ? നാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന, തിരക്കുകൾക്കിടയിൽ ഒരു ചുടുചുംബനം നൽകാൻ നമുക്ക് സാധിക്കാത്ത, ഒന്ന് ചേർത്ത് നിർത്തി സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ ക്ഷമ കാണിക്കാത്ത ഒരു വിഭാഗം നമുക്ക് മുന്നിലുണ്ട്. നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്, നമ്മുടെ ഉമ്മമാരെ കുറിച്ചാണ്, നമുക്ക് ജന്മം തന്നവരെ കുറിച്ചാണ്, നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചാണ്. കരിയിറ്റിച്ച മുഖഭാവവുമായി അടുക്കളയിലെ കൈലുകളോട് പരിഭവം പറഞ്ഞു തീർക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. സമയാസമയങ്ങളിൽ നമുക്ക് ആഹാരം വിളമ്പി ടേബിളിന്റെ പുറത്ത് വെച്ച് നമുക്ക് അന്നമൂട്ടുമ്പോൾ അതിന് ഉപ്പ് കൂടിപ്പോയി, ഇതിന് മധുരം കുറവായി പോയി, ഇതിന് ചൂട് കൂടുതലാണ്, ഈ ചോറ് വേവ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തലല്ലാതെ ഇത് നന്നായിട്ടുണ്ട്, ഇത് എത്രമേൽ മനോഹരമാണ്, ഇതിനേക്കാൾ മികച്ച ഒരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല എന്ന് ഒരു വട്ടമെങ്കിലും നാം പറഞ്ഞിട്ടുണ്ടോ? നാം ഒന്ന് ചിന്തിക്കണേ. ഒരിക്കലും കുറ്റവും പരിഭവങ്ങളും കേട്ട് തലകുനിക്കാതെ ചിരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ചിലപ്പോൾ നാം വാങ്ങിക്കൊണ്ടുവരുന്ന മീൻ കുറവായിരിക്കാം, അന്ന് അതിഥികൾ ഉണ്ടായിരിക്കാം. അതിൽ നിന്നും അവർ ഭക്ഷിക്കാതെ ഏറിയ പങ്കും നമുക്ക് വേണ്ടി തന്നിട്ട് ഞാനത് കഴിച്ചടാ, അല്ലെങ്കിൽ എനിക്കത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് കളവ് പറഞ്ഞ് നമ്മളെ ഊട്ടി അവിടെ മാറി നിന്ന് നാം കഴിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി നോക്കി നിന്നുകൊണ്ട് ആ മനസ്സും നിറയുന്ന ഒരു വിഭാഗം വേറെ എവിടെയാണുള്ളത്? ജീവിതത്തിന്റെ അന്ത്യം വരെ വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ഹിദമത്ത് ചെയ്ത് ജനിച്ച കാലം മുതൽ നമ്മളെ എടുത്ത് നമ്മുടെ എല്ലാ ചലനങ്ങളും അറിഞ്ഞ് നമ്മളിലെ ബാല്യവും കൗമാരവും ശിശിരവും യൗവനവും കണ്ട് കൃതാർത്ഥമായി നമ്മുടെ എല്ലാ വളർച്ചയിലും നമ്മോടൊപ്പം ഈ ലോകത്ത് ആര് നിന്നില്ലെങ്കിലും നമ്മുടെ മാതാവ് നമുക്കൊരു പടവാളായി മുന്നിൽ നിൽക്കുമ്പോൾ, നമ്മുടെ യൗവനം കഴിഞ്ഞ് തീക്ഷ്ണമായ ഇന്നിന്റെ തീച്ചൂളയിലേക്ക് നാം കടന്നു പോകുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ തിരക്കഭിനയങ്ങൾ ഒഴിവാക്കി ഒരു വട്ടമെങ്കിലും അവരോട് എന്താണ് വേണ്ടത്, ഏതാണ് വേണ്ടത്, ഇന്ന് കഴിച്ചിരുന്നോ, അല്ലെങ്കിൽ ഇന്ന് റെസ്റ്റ് എടുക്ക്, ഉമ്മയുടെ തുണികൾ ഞാൻ ഇന്ന് കഴുകിത്തരാം, അല്ലെങ്കിൽ അമ്മയുടെ പാത്രങ്ങൾ ഞാൻ ഇന്ന് കഴുകിത്തരാം, അല്ലെങ്കിൽ അടുക്കള ഞാൻ ഇന്ന് വൃത്തിയാക്കാം, ഞാനും സഹായിക്കാം